ശബരിമലയിൽ 41 ദിവസം നീണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമായി. തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ചടങ്ങുകൾ പൂർത്തിയായി. മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് ഇനി നട തുറക്കും. തീർത്ഥാടന കാലം 41 ദിവസം പൂർത്തീകരിക്കുമ്പോഴാണ് ശബരിമലയിലെ വിശേഷാൽ ചടങ്ങായ മണ്ഡലപൂജ. ഇന്ന് രാവിലെ 10:10-നും 11:30-നും മധ്യേ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെയും മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു മണ്ഡലപൂജ. 11 മണിയോടെ പൂജകൾ പൂർത്തിയാക്കി ദീപാരാധന. തങ്കയങ്കി വിഭൂഷിതമായ അയ്യപ്പ വിഗ്രഹവും വിശേഷാൽ പൂജയും തൊഴാൻ നിരവധി ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. മണ്ഡലപൂജ പ്രമാണിച്ച് 9:30-ന് നെയ്യഭിഷേകം പൂർത്തിയാക്കി. മണ്ഡലപൂജയ്ക്ക് ശേഷം 1 മണി വരെ ദർശനം. ദീപാരാധന കഴിയും വരെ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം ഭക്തർക്ക് ദർശിക്കാം. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചാൽ മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ഈ മാസം 30-ന് വൈകിട്ട് 5 മണിക്കാകും നട തുറക്കുക. ഇന്ന് രാത്രി ഹരിവരാസനം കേട്ടുറങ്ങുന്ന അയ്യപ്പന് പിന്നെ 3 നാൾ യോഗനിദ്ര. 3-ാം നാൾ ശബരിമലയിൽ നട തുറക്കുമ്പോൾ ഈ മലമുകളിൽ മകരവിളക്കുത്സവത്തിന്റെ ശരണം വിളികൾ മുഴങ്ങുകയായി. സന്നിധാനത്തു നിന്നും ക്യാമറമാൻ വി എസ് മനീഷിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.